യേശുക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും സ്മരണമുതുക്കി ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു. ദേവാലയങ്ങളിൽ പ്രത്യേക ആരാധനയും കുരിശിന്റെ വഴിയും പരിഹാര പ്രദക്ഷിണവും പ്രാർത്ഥനകളും നടന്നു. ക്രിസ്തുദേവന്റെ പീഡാസഹനത്തിന്റെയും കുരിശുമരണത്തിന്റെയും സ്മരണ പുതുക്കി ക്രൈസ്തവ ലോകം ദുഃഖവെള്ളി ആചരിച്ചു. കുരിശാരാധന, ദിവ്യകാരുണ്യ സ്വീകരണം തുടങ്ങിയ ചടങ്ങുകളോടെയായിരുന്നു ദുഃഖവെള്ളി ആചരിച്ചത്. തലസ്ഥാനത്തെ ലത്തീൻ, സീറോ മലബാർ, സീറോ മലങ്കര റൈത്തുകളുടെ നേതൃത്വത്തിൽ നഗരം ചുറ്റി സംയുക്ത കുരിശിന്റെ വഴി നടന്നു. വെള്ളിയാഴ്ച രാവിലെ 7 മണിക്ക് പാളയം സെന്റ് ജോസഫ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിൽ നിന്നായിരുന്നു കുരിശിന്റെ വഴി ആരംഭിച്ചത്. ഓശാന ഞായറാഴ്ച കുരുത്തോലകളും കയ്യിലേന്തി ക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനം അനുസ്മരിച്ചതോടെയാണ് ക്രൈസ്തവ സമൂഹം വിശുദ്ധവാരത്തിലേക്ക് പ്രവേശിച്ചത്. ഇതിനുശേഷം ആത്മീയമായി ഉണർവ് ലഭിക്കുന്നതിനായി ദേവാലയങ്ങളിൽ പ്രത്യേക ധ്യാനവും ആരാധനയും നടന്നിരുന്നു. കഴിഞ്ഞ ദിവസം പെസഹ ആചരണം കഴിഞ്ഞതോടെയാണ് ഈ വാരത്തിലെ ഏറ്റവും പ്രധാന ദിനമായ ദുഃഖവെള്ളിയിലേക്ക് വിശ്വാസികൾ എത്തിയത്. ശനിയാഴ്ച രാത്രി പെസഹ ജാഗരണം ആചരിക്കും. ഈ അവസരത്തിലാണ് പുതിയ തീയും ജ്ഞാനസ്നാന ജലവും ആശീർവദിക്കുക. ഇതേ തുടർന്ന് ക്രിസ്തുവിന്റെ ഉയർപ്പ് തിരുനാളും ആഘോഷിക്കും.